നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച INDAA എന്ന പ്രതിപക്ഷ മുന്നണിയെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവുമുണ്ട്. ഐക്യത്തിന്റെ വാർത്തയല്ല, മറിച്ച് ആ സഖ്യത്തിനുള്ളിലെ തന്നെ സഖ്യകക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടുന്നതിനെ കുറിച്ച് എല്ലാ ദിവസവും തന്നെ പുതിയ വാർത്തകൾ വരാറുണ്ട്. ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാളിലെ ഏറ്റവും മുതിർന്ന നേതാവായ കുനാൽ ഘോഷ് നടത്തിയ ഒരു പരാമർശം അത് INDA സഖ്യത്തിനുള്ളിൽ കാര്യമായ മുറുമുറുപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ കോൺഗ്രസിന്റെ ഘടകത്തെ BJPയുടെ ഏജന്റ് എന്ന് വിളിച്ചതാണ് നിലവിൽ INDA മുന്നണിക്കുള്ളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ബംഗാളിലെ സീറ്റ് വിഭജനം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല എന്നും എല്ലാ കാര്യങ്ങളും ദീദി, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ മമതാ ബാനർജി തന്നെ തീരുമാനിക്കുമെന്നുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ദില്ലിയിലെയും പശ്ചിമ ബംഗാളിലെയും കോൺഗ്രസ് നേതൃത്വങ്ങൾ തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി കുനാൽ ഘോഷ് പറഞ്ഞു വെക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജനത്തിന് ഡിസംബർ 31 വരെയായിരുന്നു മമതാ ബാനർജി അവസാന സമയം നൽകിയത്. ഒരു സമയപരിധിയായി അങ്ങനെയാണ് അവർ മുന്നോട്ട് വെച്ചത് സഖ്യത്തിന് മുന്നിൽ. പക്ഷേ കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ 2 സീറ്റുകൾ മാത്രമേ നൽകൂ എന്നും സീറ്റ് വിഭജന കരാർ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്നും കൂടി മമതാ ബാനർജി പറയുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് സഖ്യകക്ഷികൾക്കെതിരെ പരസ്യമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഇതാദ്യമല്ല. നമുക്കറിയാം, കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിക്കെതിരെ പോലും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനം ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ INDAA എന്ന പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ തന്നെ മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ചേർന്ന് ഒരു കുറു മുന്നണി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യവുമാണ്. അതായത് ബംഗാളിൽ ഇപ്പോൾ INDA സഖ്യത്തിന് ഒരു നിലയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് എങ്ങോട്ട് നീങ്ങുന്നു എന്നതുപോലും പ്രവചനാതീതമാണ്. നിലവിൽ വങ്കനാട്ടിൽ വീണിരിക്കുന്ന ഈ ഒരു തീപ്പൊരി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടരാൻ അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.